പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബ്ലാസ്റ്റേഴ്സിന്റെ ഓമന ഡയറക്ടർ നിഖിൽ വി നിമകഥ പുതിയ എസ് റൈറ്റിംഗുമായി മാളത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തെ എന്താ പറയുക, കാണ്ടാമൃഗവുമായി ഉപമിക്കുന്നവർ ശ്രദ്ധിക്കുക. കാണ്ടാമൃഗം ഓടിച്ചിട്ട് കുത്തും, കാരണം അങ്ങനത്തെ തൊലിക്കട്ടിയാണ്. അണ്ണന്റെ പുതിയ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയായിരുന്നു: നിങ്ങൾ മാനേജ്മെന്റിനെ കുറ്റപ്പെടുത്തുന്നു, എന്തുകൊണ്ട് ഇവാൻ വുക്കമനോവിച്ചിനെ കുറ്റപ്പെടുത്തുന്നില്ല? അദ്ദേഹത്തിന്റെ സീസണിൽ വിദേശ താരങ്ങളെ പുറത്താക്കുന്നതിൽ അദ്ദേഹത്തിനും പങ്കുണ്ടായിരുന്നു. ഈ മാനേജ്മെന്റ് ഒരിക്കലും ബിസിനസ്സായി ക്ലബിനെ കണ്ടിട്ടില്ല മക്കളെ. പച്ചവെള്ളം കൊടുത്താൽ കുടിച്ചിറക്കത്തില്ല, ചവച്ചിറക്കുന്നവന്മാരാണ്. അത്ര പാവങ്ങളാണ്. നാണമുണ്ടോ ഇവാൻ ഇങ്ങനെ അപരാധിക്കാൻ? നാണം. ഒന്നുമല്ലാതിരുന്ന ഒരു ക്ലബിനെ ഇങ്ങനെയെങ്കിലും ആക്കി തീർത്തത് ഇവാൻ വുക്കമനോവിച്ച് എന്ന ആ മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഇവാൻ ആശാൻ എന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ഫസ്റ്റ് സീസണിൽ അദ്ദേഹത്തിന് കിട്ടിയ ടീം പിന്നീട് കിട്ടിയിട്ടില്ലെന്ന് ഉറപ്പാണ്. പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. 9ാം സീസണിലും 10ാം സീസണിലും ആ കോർ ടീം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു സീസണിലെങ്കിലും അദ്ദേഹം കപ്പടിച്ചേനെ. പിന്നീട് 9ഉം 10ഉം സീസണുകളിൽ കിട്ടിയ ആ ഒരു ടീമുമായി അദ്ദേഹം എന്താ പറയുക, അംഗവൈകല്യം എന്ന് പറഞ്ഞ ആ ടീമുമായി ആരോടും ഒരു പരാതിയും പരിഭവം പറയാതെ പ്ലേ ഓഫ് വരെ എത്തിക്കാൻ, തുടർച്ചയായ 2 സീസണുകളിൽ പ്ലേ ഓഫ് വരെ എത്തിക്കാൻ അദ്ദേഹത്തിനായിട്ടുണ്ട്. ബലിമൃഗം പോലെ പിന്നെ അദ്ദേഹത്തിനെ നിങ്ങൾ പുറത്തെടുത്ത് കളഞ്ഞു. ഡൊമസ്റ്റിക് പ്ലേയേഴ്സിനെ വളർത്തിയെടുത്ത് അവർക്കൊരു എക്സ്പോഷൻ കൊടുത്ത് അവരെ ഇറച്ചിക്കോഴികളെ പോലെ വിൽക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശം അദ്ദേഹത്തെ വെച്ച് എന്ന് പിന്നീട് ഈ ആരാധകർക്ക് വ്യക്തമായ കാര്യമാണ്. മെഴുകിക്കൊണ്ട് പിന്നെ വരുന്നുണ്ട്. അതായത് ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ ഇവാനോട് ഒരു വൈരാഗ്യ വിദ്വേഷം ഒന്നും വെച്ചിട്ടല്ല അങ്ങനെ പറഞ്ഞത്, ഞാൻ അത് മറ്റൊരു കോണ്ടസ്റ്റിൽ പറഞ്ഞത്, അത് വളച്ചൊടിക്കപ്പെട്ടു. എൻ്റെ പൊന്നെ, ഇങ്ങനെ മെഴുക ഇങ്ങനെ കഴിഞ്ഞിട്ടേ ഉള്ള ആള്. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഈ അപരാധിക്കൽ അങ്ങോട്ടും കൂടെ ഷെയർ ചെയ്യാൻ, ഇവാനാശാനും കൂടെ ഷെയർ ചെയ്യാനാണ് പരിപാടിയെങ്കിൽ സാറന്മാരെ നിങ്ങൾക്ക് ആള് തെറ്റിയതാണ്. ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ നെഞ്ചത്ത് ഇന്നും വിശ്രമിക്കുന്നുണ്ട് ഇവാൻ വുക്കമനോവിച്ച് എന്ന മനുഷ്യൻ. ഒരു പൂജോദിച്ച കേരളീയർക്ക് പൂക്കാലം നൽകിയ മനുഷ്യനാണ് അദ്ദേഹം. എൻ്റെ പേരൻസ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, പൈസയേക്കാൾ പലത് ഈ ലോകത്ത് പലതുമുണ്ടെന്ന്. അതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് അല്ലാതെ ഒരു ടീമിനെ ഞാൻ പരിശീലിപ്പിക്കുകയില്ല. പല ഓഫറുകൾ വന്നിട്ടും ഈ ടീം അല്ലാതെ മറ്റൊരു ടീം ഇല്ലെന്ന് അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുണ്ട്. ഒരു ഫോൺ കോൾ ചെയ്താൽ അദ്ദേഹം തിരിച്ചു വരിക തന്നെ ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാൻ മറക്കല്ലേ, മസ്റ്റേഡ് കമന്റ് ചെയ്യണേ.